സ്വർണ്ണമുട്ടയിടുന്ന താറാവിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരു കർഷകൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കർഷകന്റെ അന്നേ ദിവസത്തെ കച്ചവടം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. കർഷകൻ കാട്ടിലൂടെ കുറേ ദൂരം അങ്ങനെ നടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അതാ കാട്ടിലൊരു താറാവ് നിൽക്കുന്നു. താറാവിനെ കണ്ടതും കർഷകൻ, ഈ താറാവ് എങ്ങനെയാണാവോ ഈ കാട്ടിൽ വന്നത്? ഒരു കാര്യം ചെയ്യാം, ഈ താറാവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാം. എൻ്റെ ഭാര്യയ്ക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകും. അങ്ങനെ കർഷകൻ ആ താറാവിനെയും കൊണ്ട് വീട്ടിലെത്തി ഭാര്യയ്ക്ക് താറാവിനെ കാണിച്ചു കൊടുത്തതും, ഹോ, നല്ല താറാവ്, ഇതിനെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി? ആ സമയം കർഷകൻ പറഞ്ഞു, ഞാൻ വരുന്ന വഴി കാട്ടിൽ നിന്നും കിട്ടിയതാ, നമുക്കിതിനെ വളർത്താം. അങ്ങനെ താറാവിനെ വളർത്താമെന്ന് കർഷകനും ഭാര്യയും കൂടെ തീരുമാനിച്ചു. അങ്ങനെ നേരം പുലർച്ചെയായി. സൂര്യന്റെ പ്രകാശത്താൽ ഇരുട്ടെല്ലാം മാറി വെളിച്ചമായി. നേരം വെളുത്തത് കണ്ട കർഷകനും ഭാര്യയും താറാവിന് തീറ്റ കൊടുക്കാമെന്ന് കരുതി താറാവിന്റെ അടുത്തെത്തി. ആ സമയം അതാ താറാവ് ഒരു സ്വർണ്ണമുട്ട ഇട്ടിരിക്കുന്നു. ഇത് കണ്ട കർഷകനും ഭാര്യയ്ക്കും അത്ഭുതമായി. ഹോ, ഈ താറാവ് സ്വർണ്ണമുട്ടയാണല്ലോ ഇട്ടിരിക്കുന്നത്, നമ്മൾ രക്ഷപ്പെട്ടു. നാളെയും ഇതുപോലെ സ്വർണ്ണമുട്ട ഇടുമോ എന്ന് നോക്കാം നമുക്ക്. സ്വർണ്ണമുട്ട ആണ് ഇടുന്നതെങ്കിൽ നമുക്കിനി ജോലിക്കൊന്നും പോകാതെ സുഖമായി ജീവിക്കാം. അങ്ങനെ കർഷകനും ഭാര്യയും കാത്തിരുന്നു. നേരം വെളുക്കുന്നതും നോക്കി. അങ്ങനെ വീണ്ടും സൂര്യൻ ഉദിച്ച് അടുത്ത ദിവസത്തെ വരവേറ്റു. നേരം വെളുത്തതും കർഷകനും ഭാര്യയും വേഗം എണീറ്റ് താറാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ വീണ്ടും അതാ താറാവ് സ്വർണ്ണമുട്ട ഇട്ടിരിക്കുന്നു. ഇത് കണ്ടതും കർഷകനും ഭാര്യയ്ക്കും സന്തോഷമായി. ഇത് എന്തൊരു മഹാത്ഭുതമാണ്, നമ്മുടെ ഭാഗ്യം, ഇതൊരു മാന്ത്രിക താറാവാണെന്ന് തോന്നുന്നു. അങ്ങനെ കർഷകനും ഭാര്യയും സ്വർണ്ണമുട്ടകൾ ശേഖരിക്കുന്നത് പതിവായി. വീട്ടിലെ മുറി നിറയെ സ്വർണ്ണമുട്ടകൾ ശേഖരിച്ചു വെച്ചു. എന്നാൽ കർഷകന്റെ ഭാര്യ ഇത് കൊണ്ടൊന്നും തൃപ്തിയായില്ല. കർഷകനോട് പറഞ്ഞു, നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് മുട്ട ശേഖരിച്ചിട്ട് എന്താ കാര്യം? നമുക്ക് ഈ താറാവിന്റെ വയറ് കീറി അതിനുള്ളിലെ എല്ലാ സ്വർണ്ണമുട്ടകളും ഒന്നിച്ചെടുത്തുകൂടെ? ഇത് കേട്ടതും കർഷകൻ പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. എന്നാൽ കർഷകന്റെ ഭാര്യ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. താറാവിന്റെ വയറ് കീറി മുറിച്ചു. എന്നാൽ വയറിനുള്ളിൽ ഒരു സ്വർണ്ണമുട്ട പോലും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ട കർഷകൻ പറഞ്ഞു, ഇത് നിന്റെ അത്യാഗ്രഹത്തിന് കിട്ടിയതാ. ആ താറാവിനെ കൊന്നില്ലായിരുന്നെങ്കിൽ എന്നും മുട്ട കിട്ടുമായിരുന്നു. നിന്റെ അത്യാഗ്രഹം കാരണം നമുക്ക് വന്ന ഭാഗ്യവും നഷ്ടപ്പെട്ടു. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത്? അത്യാഗ്രഹം എപ്പോഴും ആപത്തെ ചെയ്യും. ഈ കഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.